പാകിസ്ഥാന്റെ ടോപ്പ് ഓർഡേഴ്സും ഒരുപക്ഷെ വലിയ ഫോമിലല്ല. പ്രത്യേകിച്ച് മുഹമ്മദ് റിസ്വാന്റെ കഴിഞ്ഞ മത്സരത്തിലെ മോശം പ്രകടനം, ബാബർ അസമിൻ്റെ ആ പ്രകടനം, നമ്മുടെ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആമയുടെയും മുയലിൻ്റെയും കഥ ഓർമ്മിപ്പിച്ചു ബാബർ അസം എന്നാണ് പറഞ്ഞത്. അതായത് 90 പന്തിൽ 64 റൺസ് എന്ന് പറയുന്നത് ഒരു തരത്തിലും 320 പോലൊരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ ഒട്ടും ന്യായീകരിക്കാനാവുന്നില്ല. പല ട്രോളുകളും കണ്ടിരുന്നു. അതായത് സെഞ്ചുറി ആണോ വേണ്ടത്, ഒരുപക്ഷെ ജയമാണോ വേണ്ടത് എങ്കിൽ ബാബർ ഒരുപക്ഷെ സെഞ്ചുറിക്ക് വേണ്ടി കളിക്കും എന്ന തരത്തിലൊക്കെ തന്നെ ട്രോളുകളും വന്നിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും ഡിസ്ക്രൈസ് ചെയ്യല്ല. എന്നിരുന്നാൽ പോലും ബാബറിൻ്റെ ആ ഒരു മെല്ലെപ്പോക്ക് അത് ഈ മത്സരത്തിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ വലിയ തിരിച്ചടിയാവും കഴിഞ്ഞ മത്സരത്തിലെ പോലെ കളിക്കുകയാണെങ്കിൽ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ബാബറിനെ നമ്മൾ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. 20 റണ്ണാകുമ്പോഴേക്കും 2 വിക്കറ്റ് പോയി. ഷക്കീൽ ഔട്ടായി, റിസ്വാൻ ഔട്ടായി. റിസ്വാൻ എന്ത് ഇറസ്പോൺസിബിൾ ഷോട്ടിൽ ഔട്ടായത്. അതിനെ ഒരിക്കലും നമുക്ക് റിസ്വാനെ ഫോർഗീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 വിക്കറ്റ് പെട്ടെന്ന് പോയപ്പം ഫക്കർ സമാൻ വന്നു. ഫക്കർ സമാൻ ഇഞ്ചോർഡ് ആയിട്ട് വന്നിരിക്കണം. അദ്ദേഹം രണ്ടാമത്തെ ബോളിന് ഇഞ്ചോർഡായി. ഫക്കർ സമാനും 61 ബോൾ എടുത്തു 24 റൺ എടുക്കാനായിട്ട്. പക്ഷെ അത് ഇഞ്ചോർഡ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ഫക്കർ സമാൻ ശരിക്കും അവിടെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ബാബർ സ്കോർ ചെയ്ത് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഈ 2 വിക്കറ്റ് പോവാ, 320 റൺ ചേസ് ചെയ്യാ, 2 പ്രധാനപ്പെട്ട ബാക്ക്. കാരണം റിസ്വാൻ ഇപ്പൊ ഏറ്റവും ഫോമിലുള്ള പ്ലെയർ അവരുടെ ക്യാപ്റ്റൻ റിസ്വാനാണ്. അദ്ദേഹമാണ് ന്യൂസിലൻഡ് ആയിട്ട് സെഞ്ചുറി ഒക്കെ അടിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതും ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് വളരെ ഇറസ്പോൺസിബിൾ ആയിരുന്നു എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അത് ശരിക്കും തീർച്ചയായിട്ടും ബാബറിനെ എഫക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫക്കർ സമാന്റെ ഇഞ്ചുറി പെട്ടെന്ന് രണ്ടാമത്തെ ബോളിന് ഫക്കർ ഇഞ്ചോർഡ് ആയിരുന്നു. അതോടെ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം കളിക്കേണ്ടായിരുന്നത്. ആ പാർട്ട്ണർഷിപ്പ് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം ഫക്കറും ബാബറും കൂടി രണ്ടുപേരും കൂടി നന്നായിട്ട് സ്കോർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ചേസ് വന്നേനെ. പക്ഷെ ഫക്കർ സമാൻ സ്ലോ ഡൗൺ ആയപ്പോൾ ബാബർ അസമും അദ്ദേഹത്തിന് വിക്കറ്റ് കളയാൻ അത്ര പ്രശ്നമായി. പെട്ടെന്ന് അദ്ദേഹം ഔട്ടായാൽ അതിനേക്കാളും വലിയ കുറ്റം കിട്ടിയേനെ. അപ്പൊ ഔട്ടാവാതെ നിൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് തോന്നുന്നത് എനിക്കൂടെ ബാബർ അത്രയും സ്ലോ ഡൗൺ ചെയ്തത്. അതിന്റെ ഇന്നിങ്സ് മോശമാണെന്ന് എനിക്കൊരു പറയാൻ പറ്റില്ല. കാരണം ആ സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് വേഗം ഔട്ടായാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ കുറ്റം കിട്ടിയേനെ. പക്ഷെ എന്തു വെച്ചാൽ പിന്നെ വന്ന ബാറ്റ്സ്മാർക്ക് പറയത്തക്ക വിധത്തിലേക്ക് അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റിയില്ല. പിന്നെ ഒന്ന് 69 റൺസിന് ശേഷം അതാണെങ്കിലും അദ്ദേഹം ഒരു ആദ്യമായിട്ട് കളിക്കുന്ന ഒരു 69 റൺസ് നല്ല ഇന്നിങ്സ് വാസ് വെരി ഗുഡ്. 69 നല്ല ഇന്നിങ്സ് ആയിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹത്തിന് പാർട്ട്നേഴ്സ് ഉണ്ടായില്ല. അവസാനം അദ്ദേഹം സ്കോർ ശരിക്കും അഗ്രസീവായി ഔട്ടായി. പിന്നെ ഒരു കാര്യം തീർച്ചയാണ്, 320 എന്നൊരു സ്കോർ എത്തിയപ്പോ തന്നെ പാകിസ്ഥാൻ പ്രഷറിലായിരുന്നു. ആ ഫസ്റ്റ് ഓവേഴ്സ് കളിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു 320 അവർ. അതാണ് അവർ ഇന്ന് ബാറ്റിംഗ് സെലക്ട് ചെയ്തത്. അവർക്ക് ഇന്ന് ബാറ്റിംഗ് സെലക്ട് ചെയ്യാൻ അവർക്ക് നന്നായിട്ട് അറിയാം ദുബായിൽ ബാറ്റിംഗ് സെക്കൻഡ് ആണ് ബെറ്റർ. ബാറ്റിംഗ് സെക്കൻഡ് ആയിട്ടാണ് പാകിസ്ഥാൻ ബെറ്റർ പെർഫോമൻസ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ എങ്ങാനും ഇന്ന് 350 ആദ്യം തന്നെ എടുത്താൽ വീണ്ടും അതേ പ്രഷറിൽ അവർ വരും. അതുകൊണ്ടാണ് അവർ ടോസ് വിൻ ചെയ്തപ്പോൾ ബാറ്റിംഗ് സെലക്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ദുബായിലെ ഇത്രയും ചരിത്രം ഉണ്ടായിട്ട്, അപ്പൊ താങ്കളൊക്കെ വളരെ നന്നായിട്ടത് അതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു 35% വിക്ടറീസ് മാത്രമാണ് സെക്കൻഡ് ബാറ്റിംഗിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ആദ്യം ബാറ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ അതിന് മുമ്പത്തെ മത്സരം ന്യൂസിലൻഡായിട്ട് അവരൊരു ട്രയാങ്കുലർ സീരീസ് ഫൈനൽസിലും ഇതുപോലെ തന്നെ അവർ പരാജയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും ആയിരിക്കും അദ്ദേഹം ടോസ് വിൻ ചെയ്തപ്പോൾ ബാറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തത്. കാരണം ആദ്യം ബാറ്റ് ചെയ്തിട്ടൊരു ബാറ്റിംഗ് ക്ലിക്ക് ചെയ്ത ഒരു 250+. എനിക്ക് തോന്നുന്നു ഇപ്പൊ ദുബായ് വിക്കറ്റിൽ ആക്ച്വലി ദുബായിലെ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 203 അവര് 250 or 260 എത്തിയാൽ തന്നെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടാവും. കാരണം 228 തന്നെ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടിയെന്ന് നമ്മൾ കണ്ടല്ലോ. പക്ഷെ ഗില്ലിന്റെ ആ ഒരു ഉഗ്ര പെർഫോമൻസും ബംഗ്ലാദേശുകാരുടെ ലാക്ക് ഓഫ് സ്പിന്നേഴ്സ്, അവർക്ക് സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വീക്ക് ആയതും പിന്നെ 2-3 നല്ല ക്രൂഷ്യൽ ക്യാച്ചസ് അവര് ഡ്രോപ്പ് ചെയ്തതും ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആയി, യാതൊരു സംശയമില്ല. ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ അവർ ആദ്യം ബാറ്റ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചോളം ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടോ, അല്ലാതെ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്താലുള്ളൂ എന്നൊരു തോന്നല്. കാരണം ഇന്ത്യ ഒരു നല്ലൊരു 300+ റൺ എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ചേസ് ചെയ്തെത്താൻ സാധ്യമല്ല എന്നൊരു തോന്നൽ ഈ പാകിസ്ഥാൻ ടീമിനുണ്ടോ എന്നാണ് ഈ ബാറ്റിംഗ് എടുക്കാനുള്ള തീരുമാനമാണ് എൻ്റെ ഒരു അനുമാനം. എന്തായാലും ഇനി ആവേശ പോരാട്ടത്തിലേക്ക് വെറും 10 മിനിറ്റുകൾ അത്ര കൂടി മാത്രമേ ഉള്ളൂ. അതായത് 9 മിനിറ്റ്, ഇപ്പോൾ 9 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. എല്ലാ കാലത്തും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ ആവേശകരമാണ്. ഓരോ നെയിൽ ബൈറ്റിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു മത്സരം തന്നെയായിരിക്കും ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.